ആശാനെ അത് കഴിക്കരുത്, അവന്റെ ഐഡിയ വെറുതെ ആശാനെ ആശാൻ കഴിക്കും. ആശാനെ കഴിക്കരുത്, വീണു പോവും. വീണുപോയി. കഴിക്കടാ. ആരും വീണുപോകും. റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ CPI കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന സദസ്സ് മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക, ഭരണഘടനാ മൂല്യം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPI കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടിയിൽ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി MK അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. തൊട്ടപ്പുറത്ത് ഞാൻ കോടതി കവല വഴി വരുമ്പോൾ വേറൊരു ധർണയുടെ ബോർഡ് ഞാൻ കണ്ടു. LDFന്റെ പേരിലാണ് ആ ധർണയും നടക്കുന്നത്. ഒരു നാട്ടിൽ 2 LDF ഉണ്ടാകുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. ചിലർക്ക് ആള് കൂടുമ്പോഴും അധികാരം കൂടുമ്പോഴും അഹങ്കാരം ഉണ്ടാവും. മഹാഭാരതം എന്ന് പറഞ്ഞ വലിയൊരു ഇതിഹാസം നമുക്കുണ്ടല്ലോ. ദുര്യോധനും ദുശ്വാസനും എന്ന് പറയുന്ന 2 മനുഷ്യർക്കുണ്ടായ അഹങ്കാരമാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധം എത്തിച്ചേർന്നത്. 5 പേരുള്ള പാണ്ഡവർ 101 പേരുള്ള കൗരവരെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇതിഹാസ രൂപേണ. അതുമാത്രമല്ല, ആ യുദ്ധം കഴിഞ്ഞപ്പോൾ പാണ്ഡവര് ജയിച്ചു, പക്ഷേ പാണ്ഡവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയില്ല. ആ യുദ്ധത്തിന് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുത്ത ശ്രീകൃഷ്ണന് പിന്നീട് അധികം നാൾ ജീവിക്കാനായില്ല. യുദ്ധം നയിച്ച ധർമ്മപുത്രർ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതായി വന്നില്ല. ആ രാജ്യം ഹസ്തിനപുരി എന്ന് പറയുന്ന ആ സാമ്രാജ്യം തകരുന്ന കാഴ്ചയാണ്. അപ്പൊ എവിടെ 2 അവകാശ തർക്കങ്ങൾ ഉണ്ടായാലും ആള് കൂടുതലുള്ളവർക്ക് ചിലപ്പോ തടിമിടുക്ക് കൂടും, ബുദ്ധി കുറവായിരിക്കും, അവര് സ്വയമേവ നശിക്കും എന്നുള്ളതാണ് വാസ്തവം. അത് മറക്കേണ്ടാത്തൊരു പാഠമായി ചിലർ ഉൾക്കൊള്ളേണ്ടുന്ന കാലമുണ്ട്. ജലീല് പറഞ്ഞല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1978 M. ഉമ്മർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P. അയ്യൂബ് ഖാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം TK ഷബീബ്, PK ഷിഫാസ്, K. അൻസിയ, A. അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. K. അനൂപ്, AB ജോസി, PK സത്യൻ, CG ജോൺസൺ, മുഹമ്മദ് അബ്ബാസ്, H. നൌഷാദ്, PK സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാജ്യം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ ചെറിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കത്തക്ക വിധത്തിൽ ഈ പാർട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ശക്തി എന്ത് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള സഖാവ് സന്തോഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണത്തിലോ ആൾക്കൂട്ടത്തിലോ അല്ല പ്രശ്നം. എടുക്കുന്ന നിലപാടുകളെ എവിടെയാണോ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെടുന്നത്, എവിടെയാണോ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജനങ്ങളെ നശിപ്പിക്കുന്നതിനാവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ പോരാടാൻ, അവരുടെ മുന്നണി പോരാളിയായി നിൽക്കുവാൻ, അവരുടെ മുന്നിൽ നിന്ന് നയിക്കുവാൻ കഴിയാവുന്ന ഏക പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് CPI എന്നുള്ള കാര്യം അടിവരയിട്ട് പറയേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.